ഒരു ഇൻട്രൊഡക്ഷൻ വേണ്ടാത്ത ഒരു കേസ്. അങ്ങനെ ഒരു കേസിനെ പറ്റി നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അത് നിങ്ങൾ മിക്ക റോൾ പ്ലേസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ദിസ് ഇസ് എ പെക്യുലർ വൺ വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ. വിത്തൗട്ട് ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ടാസ്ക് അല്ലെങ്കിൽ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 56 ഇയർ ഓൾഡ് പേഷ്യന്റിനെ കാണുകയാണ്. അപ്പോൾ ഒരു 56 ഇയർ ഓൾഡ് പേഷ്യന്റ് നിങ്ങൾ കാണുന്നു. പുള്ളിക്ക് എന്തോ ഒരു കൺസേൺ ഉണ്ട്. ഒരു ക്ലിനിക്കിലോ ഹോസ്പിറ്റൽ സെറ്റിങ്ങിലോ വരുവാണ്. ഈ 56 ഇയർ ഓൾഡ് പേഷ്യന്റ് ആണ്. പുള്ളിക്ക് ഒരു കൺസേൺ ഉണ്ട് സം പാർട്ട് ഓഫ് ദ ബോഡി. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും വൂണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രാക്ചർ വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കൺസേൺ പുള്ളിക്കുണ്ട്, വിച്ച് ഗോട്ട് വേഴ്സൺഡ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ നേരത്തെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ എന്തെങ്കിലും ഒരു പ്രശ്നം അത് വേഴ്സൺഡ് ആയി, അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഒരു പുള്ളി നമ്മുടെ അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ മെഡിക്കൽ സെറ്റിങ്ങിലേക്ക് വരുന്നു. ആൻഡ് പുള്ളിയുടെ ആ മെഡിക്കൽ കണ്ടീഷനെ കുറിച്ച് അല്ലെങ്കിൽ പുള്ളിയുടെ വേഴ്സൺ ആയ കണ്ടീഷനെ കുറിച്ച് പുള്ളിക്ക് കുറച്ച് അഡ്വൈസ്, ഹി വുഡ് ലൈക്ക് ടു ഹാവ് സം അഡ്വൈസ് റിഗാർഡിംഗ് ഹിസ് കണ്ടീഷൻ വിച്ച് ഹാസ് ഗോട്ട് വേഴ്സൺഡ്. ഇതാണ് പുള്ളിയുടെ പ്രശ്നം. ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് അവിടെ നിങ്ങൾക്ക് മിക്കവാറും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിരിക്കും ഏറ്റവും അവസാനം തന്നിരിക്കുന്നത്, യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് ദ പേഷ്യന്റ്. യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് ദ പേഷ്യന്റ്. അപ്പൊ എന്താ സംഭവം? ഹാവ് എക്സാമിൻഡ്. ഇപ്പൊ ഗ്രാമർ സെഷൻ എടുക്കുന്നവർക്ക്, ഞാനാണ് ഹെൽത്തിൽ ഗ്രാമർ സെഷൻ എടുക്കുന്നത്, അപ്പൊ ഗ്രാമർ ഓൾറെഡി അറിയാവുന്നവർക്ക് അറിയാം. ജസ്റ്റ് യു ഹാവ് എക്സാമിൻഡ് ദ പേഷ്യന്റ് അല്ലെങ്കിൽ യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് ദ പേഷ്യന്റ്. ഹാവ് എക്സാമിൻഡ്, ഹാവ് പ്ലസ് V3 എന്താണ്? പ്രസന്റ്. എന്താണ്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലെ? സോ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈം മെൻഷൻ ചെയ്തിട്ടില്ല, നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ആ പേഷ്യന്റിനെ നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. ഓക്കെ, സോ വി ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് ദ പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ആ പേഷ്യന്റിനെ നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. അതിനെ നമുക്ക് എങ്ങനെ പറയാം? കംപ്ലീറ്റഡ് ജസ്റ്റ് നൗ അല്ലെ? അപ്പോൾ വി ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് ദ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പേഷ്യന്റിനെ എക്സാമിൻ ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആ പേഷ്യന്റുമായിട്ടുള്ള കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാനായിട്ടുള്ള സെറ്റിംഗ് നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സെനാറിയോ നമുക്ക് ഊറ്റി തന്നിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്താ? വി ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് ദ പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇറ്റ്സ് എ നോൺ കേസ്. എന്തുകൊണ്ടാണ് അതൊരു നോൺ കേസ് ആവുന്നത്? നമ്മൾ പേഷ്യന്റിനെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ പേഷ്യന്റിന്റെ പേര് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. പേഷ്യന്റിന്റെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് അറിയാം. നമ്മൾ എന്താണ് എക്സാമിൻ ചെയ്തതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചുമ്മാ പോയി കഴിഞ്ഞിട്ട് ഹലോ, ഞാൻ നിങ്ങളുടെ ലെഗ് എക്സാമിൻ ചെയ്യാൻ പോവാണ്ടോ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൈ എക്സാമിൻ ചെയ്യാൻ പോവാണ്ടോ എന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ you have already examined the patient അല്ലെങ്കിൽ you have just examined the patient എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പേഷ്യന്റിനെ കുറിച്ച് ഒരു അറിവ്, നമുക്ക് ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫോ ഓൾറെഡി വി ഹാവ്. അപ്പോൾ അവിടെയാണ് ഇതൊരു നോൺ കേസ് ആയിട്ട് ഇതിനെ ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, യു ഹാവ് ജസ്റ്റ് എക്സാമിൻഡ് ദ പേഷ്യന്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് OET ഉദ്ദേശിക്കുന്നതെന്നും അതിന്റെ റെഫറൻസ് എന്താണെന്നും ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. അപ്പോൾ നമ്മൾ എന്താണ്? അപ്പോൾ ഓൾറെഡി നമ്മൾ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എക്സാമിന്റെ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റിംഗ്സും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ സെനേറിയോ. അപ്പോൾ ഇങ്ങനത്തെ സെനേറിയോയിൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ഓൾറെഡി എക്സാമിൻ ചെയ്ത സമയത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻട്രൊഡക്ഷനും ഞാൻ ആരാണെന്നും ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നുമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി നമ്മൾ പേഷ്യന്റുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇസ് ദ തിങ് ദാറ്റ് ഇസ് പെക്യൂലിയർ റിഗാർഡിംഗ് ദിസ് സെറ്റിംഗ് ജസ്റ്റ് എക്സാമിൻഡ് ദ പേഷ്യന്റ്. ഓക്കെ, IILT, it's my cup of tea.